ഇസ്രയേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ നൽകുന്നത് ഇറാനാണെന്നാരോപിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു യുഎസ് കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യാനെത്തിയതായിരുന്നു നെതന്യാഹു. ഇസ്രയേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണയും സഹായവും എത്തിക്കുന്നത് ഇറാനാണെന്ന് എല്ലാവർക്കും അറിയാം. ആ പ്രതിഷേധങ്ങളാണ് ഈ കെട്ടിടത്തിന് പുറത്തും അലതല്ലുന്നത്. ഈ പ്രക്ഷോഭകരോട് ഒന്നേ പറയാനുള്ളൂ: സ്വവർഗാനുരാഗികളെ ക്രെയിനിൽ കെട്ടിത്തൂക്കിയ, ശിരോവസ്ത്രമിടാത്തതിന്റെ പേരിൽ പെൺകുട്ടികളെ കൊല്ലുന്നവരെയാണ് നിങ്ങൾ പിന്തുണയ്ക്കുന്നത് എന്ന് ഓർക്കണം. നിങ്ങൾ ഇറാന്റെ കെണിയിൽ വീണ വിഡ്ഢികളായി മാറിയിരിക്കുന്നു, നെതന്യാഹു പറഞ്ഞു. ഇസ്രയേലിനെ കൊളോണിയൽ രാജ്യമെന്ന് വിളിക്കുന്നവർക്ക് ആ രാജ്യത്തിന്റെ ചരിത്രവും പാരമ്പര്യവും എന്തെന്ന് അറിയില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മിഡിൽ ഈസ്റ്റിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും സംഘർഷങ്ങൾക്കും പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇറാനാണെന്നും അദ്ദേഹം പറഞ്ഞു. അതിൽ അതിശയിക്കാനൊന്നുമില്ല. തങ്ങളുടെ ഇസ്ലാമിക് വിപ്ലവം ലോകത്തിനാകമാനം എത്തിക്കുമെന്ന് ആയത്തുള്ള ഖൊമേനി പറഞ്ഞിരുന്നു. ഇറാന്റെ തീവ്ര ഇസ്ലാമികവാദത്തെ എതിർത്ത് നിൽക്കുന്ന രാജ്യമേതാണ്? അതെ, അമേരിക്കയാണത്. പാശ്ചാത്യ സംസ്കാരത്തിന്റെ കാവൽക്കാരനും ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുമാണ് അമേരിക്ക. അതുകൊണ്ടാണ് ഇറാൻ തങ്ങളുടെ ശത്രുവായി അമേരിക്കയെ കാണുന്നത്, നെതന്യാഹു പറഞ്ഞു. അമേരിക്കയ്ക്ക് വെല്ലുവിളി തീർക്കാൻ ആദ്യം മധ്യേഷ്യ കീഴടക്കണമെന്ന് ഇറാൻ കരുതുന്നു. ഈ ലക്ഷ്യം നേടിയെടുക്കാൻ അവർ ഹൂതി, ഹിസ്ബുള്ള, ഹമാസ് എന്നിവരെ പിന്തുണയ്ക്കുന്നു. ഹമാസിനെ തങ്ങൾ പരാജയപ്പെടുത്തുമെന്നും അതിലൂടെ ഒരു പുതിയ ഗാസ പിറവിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഭാവിയിൽ ഇസ്രയേലിന് ഭീഷണിയാകാത്ത വിധം ഗാസയെ പുനർനിർമ്മിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. The day after we defeat Hamas, a new Gaza can emerge. My vision for that day is of a demilitarized and de-radicalized Gaza. Israel does not seek to resettle Gaza, but for the foreseeable future, we must retain overriding security control there to prevent the resurgence of terror, to ensure that Gaza never again poses a threat to Israel. ഗാസയിൽ പലസ്തീനികൾ നയിക്കുന്ന ഒരു സിവിലിയൻ ഭരണകൂടമുണ്ടാകും. ഇസ്രായേലിന് ഭീഷണിയാകാത്തവരായിരിക്കും അവർ. പലസ്തീനിലെ പുതിയ ജനത ജൂതവിരോധമുള്ളവരായിരിക്കില്ല. ജൂതന്മാരുമായി സമാധാനത്തോടെ ജീവിക്കാൻ പഠിച്ചവരായിരിക്കും. സൈന്യത്തെ പിൻവലിക്കലിലൂടെയും സാമൂഹികവും രാഷ്ട്രീയവും മതപരവുമായ മാറ്റത്തിലൂടെയും ഇത് സാധ്യമാകും. രണ്ടാം ലോകമഹായുദ്ധത്തിനുശേഷം ജർമ്മനിക്കും ജപ്പാനിനും മേൽ ഉപയോഗിച്ച ആശയമാണിത്, നെതന്യാഹു പറഞ്ഞു.